ഫ്രണ്ട്സ്, നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ അനാലിസിസ് നമുക്ക് വേഗം നോക്കാം. ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ 5 മിനിറ്റിൻ്റെ സ്പോട്ട് പ്രൈസിൻ്റെ ചാർട്ടിലാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മെൻഷൻ ചെയ്ത പോലെ തന്നെ 24,400 മുതൽ 24,480 ഏരിയ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് നാളെയും കൺസിഡർ ചെയ്യാം. അപ്പം ഇന്നത്തെ നമ്മളൊരു മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ഡേറ്റ നമുക്ക് നോക്കുമ്പം അതുപോലെ തന്നെ ഓർഡർ ഫ്ലോ ചാർട്ട് നമ്മൾ നോക്കുമ്പോൾ നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു. ഓർഡർ ഫ്ലോ ചാർട്ടിൽ നമ്മളുടെ ഫസ്റ്റ് 5 മിനിറ്റിൻ്റെ ക്യാനിൽ തന്നെ നല്ല ഹ്യൂജ് ആയിട്ടുള്ള ബൈ വോളിയം നിഫ്റ്റിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിവേഴ്സൽ പാർട്ടിയാണ് നമുക്ക് ആ ഒരു റെസിസ്റ്റൻസ് ഏരിയ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാൻ. അപ്പോൾ നിങ്ങളുടെ ഒരു ട്രേഡ് എങ്ങനെയായിരുന്നു ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. അപ്പോൾ നാളത്തേക്കുള്ള ലെവൽസ് നമ്മൾ നോക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നാളത്തേക്ക് നമുക്ക് ഈ ഒരു ഏരിയയാണ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അപ്പം നമുക്കൊരു അപ്സൈഡിലേക്ക് 24,500 മുകളിൽ മാത്രം പ്ലാൻ ചെയ്യുക. അതുപോലെ 24,500 എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ആണ്. അപ്പം ഇവിടെ ഒരു പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ട്രേഡ് പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ട്രാപ്പ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ഇപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ്. അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ ഒരു നെക്സ്റ്റ് ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 24,580 മുതൽ 24,600 ഏരിയ ആണ്. അപ്പം ഈ ഒരു ഏരിയയിൽ നിന്നും അഗെയിൻ പ്രൈസ് റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്താലും സഡനായിട്ട് എൻട്രി എടുക്കാനായിട്ട് പാടില്ല, കാരണം ഇവിടെ നമ്മൾ ട്രാപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇവിടുന്ന് ഒരു പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഒരു റിജക്ഷൻ കാണിക്കുകയാണെങ്കിൽ നമുക്കൊരു ഡൗൺ സൈഡിലേക്ക് എൻട്രി പ്ലാൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഒരു നെക്സ്റ്റ് ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് 24,300 ലെവലിനെയും അതുപോലെ തന്നെ 24,246 മുതൽ 24,255 ഏരിയ ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പം ഈ ഒരു ചാനൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ മെൻഷൻ ചെയ്ത ലെവൽസ് എല്ലാം കറക്റ്റായിട്ട് ചാർട്ട്സിൽ മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോയിനെ ബേസ് ചെയ്തുള്ള നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൻ്റെ ലെവൽസ് നമ്മൾ വേറെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. മസ്റ്റായിട്ട് നിങ്ങൾ ആ ഒരു വീഡിയോ കൂടെ കാണുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക്